പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. ഇത് ജീവിതമാണ്. ബഹുജനങ്ങൾ പലവിധമാണ്. ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു. ലോകത്തെ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നറിയാമോ? ഒറ്റയ്ക്കായ ഒരാൾക്ക് കൂട്ടു നൽകി വീണ്ടും അയാളെ ഒറ്റയ്ക്കാക്കി പോകുന്നതാണ്. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല സംഭവിക്കുന്നതെങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക. അപ്പോൾ ഈ ജീവിതം ധന്യമാകും. ദുർബല മനസ്സുമായി ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ പ്രശ്നങ്ങളായിരിക്കും. സമചിത്തതയോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ വെല്ലുവിളികളാകും. ശക്തമായ മനസ്സോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ അവസരങ്ങളാകും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചതിൽ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിച്ചതിനാൽ സ്വയമേ കുറ്റപ്പെടുത്തുക. നമ്മുടെ പരാജയങ്ങളിൽ, വേദനകളിൽ, തകർച്ചകളിൽ നമ്മോടൊപ്പം നിന്ന മനുഷ്യരെ മറക്കാതിരിക്കുക. അവരൊന്നും നിങ്ങൾക്കുള്ളതിനെ സ്നേഹിച്ചു വന്നവരല്ല, നിങ്ങളെ മാത്രം സ്നേഹിച്ചു വന്നവരാണ്. തിന്മകളിലൂടെ നടന്നു നീങ്ങുകയും മറ്റുള്ളവരോട് നന്മകളെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നത് തികഞ്ഞ കാപട്യമാണ്. നമുക്ക് സംഭവിച്ച ചില വീഴ്ചകൾ കണ്ണു കാണാത്തത് കൊണ്ടല്ല, മറിച്ച് ചിലരെ കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ്. സ്വയം സ്നേഹിക്കുക. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വലിച്ചെറിഞ്ഞേക്കാവുന്ന ബന്ധങ്ങളിൽപ്പെട്ട് സ്നേഹത്തിന്റെ അർത്ഥം പോലും നിങ്ങൾ മറന്നുപോകും. സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരു പേരേയുള്ളൂ: അഭിനയം. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത സമയങ്ങളുണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. ജീവിതം അതിലോലമായതാണ്. നിങ്ങൾക്കത് ഒരു തവണ മാത്രമേ ലഭിക്കൂ. അതിനാൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക. വിധിയോ ഭാഗ്യമോ മാത്രമല്ല ഒരാളുടെ വിജയം നിർണയിക്കുന്നത്, മറിച്ച് അയാളുടെ കഠിനാധ്വാനം കൂടിയാണ്. കഠിനാധ്വാനമില്ലാതെ വിജയിക്കണമെന്ന് വിശ്വസിക്കുന്നത് വ്യാമോഹം മാത്രമാണ്. സ്നേഹിക്കുന്ന സ്ത്രീയും പുരുഷനും അവരുടെ ഭൂതകാലം പരസ്പരം ഒളിച്ചു വെക്കുന്നു. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവില്ല. അതിനായി പരിശ്രമിക്കുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർവ്വം ജീവിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.